പുരാതന റോമിന്റെ അവശേഷിപ്പുകൾ റോമിലെ വത്തിക്കാൻ റേഡിയോ ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിലായി പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. റോമിൽ നടന്നുകൊണ്ടിരിക്കുന്ന നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് പുരാതന റോമിന്റെ ഭാഗമായുള്ള അലക്കുശാല കണ്ടെത്തിയത്. ഈ കണ്ടെത്തൽ കാസ്റ്റൽ സാൻ ആഞ്ചലോയിലെ പൂന്തോട്ടത്തിലേക്ക് മാറ്റിയ ശേഷം ഇത് തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കുമായി പ്രദർശനത്തിന് വയ്ക്കും. ഇത് തികച്ചും സവിശേഷമായ ഒരു അലക്ക് രീതി ഉപയോഗിച്ചിരുന്ന ഒരു പുരാതന ഘടനയാണ്. അസാധാരണമായ മൊസൈക്ക് പ്രതലങ്ങളിൽ ഈ ഘടന അലങ്കരിച്ചിരിക്കുന്നു എന്ന് വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. അലക്കുശാല കൂടാതെ ഖനനത്തിൽ കോണിപ്പടികളും മുറികളുമുള്ള മറ്റൊരു ഘടനയും കണ്ടെത്തി. അതിൻ്റെ പ്രവർത്തനം ഇപ്പോഴും വ്യക്തമല്ല. സാധാരണയായി ഇതുപോലുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തുമ്പോൾ റോമിൽ പുനരുദ്ധാരണ ജോലികൾ നിർത്തുന്നൊരു പതിവുണ്ട്. എന്നാൽ ഈ അവസരത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അധികൃതരുടെ തീരുമാനം. റോമിൽ അടുത്ത വർഷം ആരംഭിക്കുന്ന ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്കിടയിലാണ് പുരാവസ്തുക്കൾ കണ്ടെത്തുന്നത്. ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് 34 ദശലക്ഷം തീർത്ഥാടകരെ സ്വീകരിക്കുമെന്ന് റോം പ്രതീക്ഷിക്കുന്നു. ഇതിനായി നഗരം തയ്യാറെടുക്കുന്നതിനുള്ള പദ്ധതികൾ കഴിഞ്ഞ മാസങ്ങളിലായി ആരംഭിച്ചിരുന്നു. കാസ്റ്റൽ സാൻ ആഞ്ചലോയ്ക്കും വിയ ഡെല്ല കൺസിലിയാസിയോണിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പിയാസ പിയയുടെ കാൽനടയാത്രാ പദ്ധതി തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ കണ്ടെത്തൽ.